കന്യാസ്ത്രീകളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ സമരത്തിന്റെ ചൂട്, പ്രതിഷേധത്തിന്റെ ചൂട് അവസാനം ജോർജ് കുര്യനും അറിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തീരദേശവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനത്തിൽ എത്തിയപ്പോഴാണ് ആ വേദിയിൽ നിന്നും പൂർണ്ണമായി തന്നെ ജനങ്ങൾ എണീച്ചു പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയാണ്. ഇത് വളരെ സംഘടിതമായിട്ടുള്ള ഒരു നീക്കമാണ്. കാരണം ഈ കന്യാസ്ത്രീകൾ ഇനിയും കുറേ നാളിങ്ങനെ ജയിലിൽ കഴിയട്ടെ എന്നാണ് കേരളത്തിലെ ഈ മുന്നണികൾ, ഈ BJP വിരുദ്ധ മുന്നണികൾ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് ഈ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിലും വലിയ മുതലെടുപ്പ് നടത്തണം. നമുക്കറിയാം BJP ഈ ക്രൈസ്തവ സംഘടനകളോടൊക്കെ അടുത്ത് നിൽക്കുകയായിരുന്നു. ക്രൈസ്തവ സംഘടനകൾ തിരിച്ചും BJPയോട് വലിയ ബന്ധം സ്ഥാപിച്ച് നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നത്. നിയമത്തിൻ്റെ വഴിയിലൂടെയല്ലേ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ പല കാര്യങ്ങളും ഇനി പുറത്തു വരാനുണ്ട്. അപ്പോൾ അതുവരെ അവർക്ക് ചിലപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയേണ്ടി വരും. അതിനകത്തൊരു സംയമനം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ സ്ഥിതി എന്താണ് എന്നുള്ളത് പുറത്തു വരട്ടെ, അതിനുശേഷമാകാം പ്രതിഷേധവും കാര്യങ്ങളും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അമിത്ഷാ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, അവരുടെ ജാമ്യത്തിനായി ഞങ്ങൾ പ്രയത്നിക്കും. അത് കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ലേ അത്. അപ്പോൾ ഇത് BJPയെ അടിക്കാനുള്ള ഒരായുധമാക്കുക മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും അങ്ങോട്ടേക്ക് പോകുന്നു, അവിടെ പോയി ജയിലിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസുകാരുമായിട്ട് റഹീമിനെ പോലുള്ളവർ സംസാരിക്കുന്നത് അവർക്കും മനസ്സിലാകുന്നില്ല, അവർ സംസാരിക്കുന്നത് ഇവർക്കും മനസ്സിലാകാത്ത ഒരു സ്ഥിതിയിലാണ്. പിന്നെ എല്ലാം പാർലമെൻറ്റിൻ്റെ മുമ്പിലൊരു പ്ലക്കാർഡും പിടിച്ചിങ്ങനെ നിൽക്കും. അതും നടക്കുന്നുണ്ട്, നടക്കട്ടെ. കാരണം അവരവിടെ ഡൽഹിയിൽ ഈ പോയിട്ടുള്ള കോൺഗ്രസ് MPമാരും CPMൻ്റെ MPമാരും ഒക്കെ അവിടെ ഉണ്ടെന്ന് അതാത് മണ്ഡലത്തിലെ വോട്ടർമാരെങ്കിലും അറിയട്ടെ. അത് നല്ലതാണ് അതിനു വേണ്ടി. അപ്പോൾ എന്തായാലും ഇവർക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പേസിലുള്ള ഒരു അങ്കലാപ്പുണ്ടായിരുന്നു ഇരു മുന്നണികൾക്കും. അതിപ്പോൾ തിരിച്ചടിക്കാൻ പറ്റിയ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ക്രൈസ്തവരൊന്നും ഒരു തരത്തിലുള്ള അതിക്രമവും ആരിൽ നിന്നും നേരിടാതാണോ ഇവിടെ കഴിഞ്ഞത്? ഏറെക്കാലം രാജ്യം ഭരിച്ചത് അവരല്ലേ, കോൺഗ്രസ് അല്ലേ. ആ സമയത്തും ഇതിനേക്കാൾ എത്രയോ 10 മടങ്ങ് നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2024 ഏതാണ്ട് 800-ലധികം ക്രൈസ്തവരുടെ മേലുള്ള അക്രമം നടന്നിട്ടുണ്ട് എന്നൊരു കണക്ക് പറയുന്നുണ്ട്. ഈ 2024 നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ പറയാതിരുന്നിട്ട് ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ മാത്രമാണ് പലരും പറയുന്നത്. അതെന്ത് കണക്കാ? അങ്ങനെയാണ് ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? BJP ന്യൂനപക്ഷത്തോട് അടുക്കാൻ തുടങ്ങിയത് ഇന്നലെ രാവിലെയൊന്നും അല്ല. ഇവർ നാളുകളായിട്ട് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ അമർച്ച ചെയ്യും, ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഈ പഠിപ്പുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ പറഞ്ഞു പറ്റിക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് 2019 ഇവിടെ ഒരു തരംഗം ഉണ്ടായത്, UDF തരംഗം. ഇദ്ദേഹം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, പ്രത്യേകിച്ച് വയനാട്ടിൽ വന്നു നിന്ന് മത്സരിച്ച് ജയിക്കുന്നു. നമുക്കറിയാം ഹിന്ദി ഹൃദയഭൂമിയിൽ നിലം തൊടാതാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. വയനാട് പിന്നെ കോൺഗ്രസിലെ ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കും. വയനാട്ടിൽ അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ അന്ന് പാർലമെന്റ് കാണില്ലായിരുന്നു. അതെ, പാർലമെന്റ് കാണത്തില്ലായിരുന്നു. കാരണം വേറെ ഒരിടവും സുരക്ഷിത മണ്ഡലം അല്ലായിരുന്നു എന്നുള്ളതാണ്. വയനാട്ടിൽ പിന്നെ ആര് വേണേലും കോൺഗ്രസിൽ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് നിർത്തിയാലും നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി. രാജ്മോഹൻ ഉണ്ണിത്താൻ നിന്നാൽ പോലും ജയിക്കും. അതെ, രാജ്മോഹൻ ഉണ്ണിത്താൻ നിന്നാൽ പോലും ജയിക്കും. അങ്ങനെയാണ് വയനാട്. അത് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, മറ്റുള്ളവർക്ക് വോട്ട് വിഹിതം കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പോലും പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം കിട്ടിയില്ലേ?
ഈ പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് മത്സരിക്കാൻ വന്നത്? എന്തോ കേരളത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഗോഡ്സ് ഓൺ കൺട്രി ആയതുകൊണ്ടാണ് ഇവിടെ മത്സരിക്കാൻ വന്നത്. അവർക്ക് അവരുടെ തട്ടകമുണ്ട്. ആ തട്ടകത്തിൽ ഗതിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ഗതിയില്ലാതെ വന്നതിൻ്റെ സാഹചര്യം എന്താണ്? ആ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവരുടെയൊക്കെ തന്നെ കാൽച്ചുവട്ടിലാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവർക്ക് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ കന്യാസ്ത്രീ വിഷയത്തിൽ അങ്ങ് ഇടപെട്ട് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദിയെ മറച്ചിട്ട് കളയാം എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസം അവിടെ റഹീം ഉണ്ടല്ലോ, അവിടെ നിന്നുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഈ കന്യാസ്ത്രീകളോട് മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ്, അത് അവർ സ്ത്രീകളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ റഹീമിന് കേരള സർവകലാശാലയെ തമിഴ് വിഭാഗം മേധാവി ഡോക്ടർ വിജയലക്ഷ്മിയെ അറിയുമോ എന്ന് ചോദിക്കട്ടെ. അവരുടെ ചെവിക്കുള്ളിലാണ് എന്ന് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞത്. അവരെ യൂണിവേഴ്സിറ്റി യൂണിയൻ സംബന്ധിച്ചുള്ള പ്രശ്നവുമായിട്ട് ഇടപെട്ട് ഈ റഹീമിൻ്റെ നേതൃത്വത്തിൽ കയറി അവരെ വിക്കറ്റ് ചെയ്ത് അവരുടെ റൂമിലേക്ക് കയറി അവരുടെ ചെവിക്കകത്ത് തെറി വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അത് കേസൊക്കെ നടക്കുകയാണ്. അറയ്ക്കുന്ന തരത്തിലാണെന്നാണ് ഡോക്ടർ വിജയലക്ഷ്മി തമിഴ് വിഭാഗത്തിൻ്റെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജയലക്ഷ്മി ഇപ്പോൾ മറ്റ് ചില പ്രോജക്റ്റൊക്കെ ആയിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ്. അവരിതൊക്കെ കാണുന്നുണ്ട്. റഹീമിൻ്റെ ഈ ഇത്ര ഉളുപ്പില്ലാത്ത രീതിയിലുള്ള വർത്തമാനം. വിജയലക്ഷ്മി എന്താ ഒരു സ്ത്രീയല്ലേ? അപ്പം കന്യാസ്ത്രീ ഒന്ന് ഇപ്പം നോക്കണേ. റഹീമിൻ്റെ വലിയൊരു പ്രേമം. എന്തുകൊണ്ടാണ് ഈ പ്രേമം കാണിക്കുന്നത്? ഇതുവരെ ഇല്ലാത്ത ഒരു ക്രൈസ്തവ പ്രേമം. അതിനുവേണ്ടി തന്നെ ഈ SDPIക്കാരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജോർജ് കുര്യന് ചെന്ന സമയത്ത് സദസ്സിൽ നിന്ന് എല്ലാവരും പോയി. ഇത് അവിടെ ഇരിക്കുന്ന ആ സാധാരണ ജനങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. അവർക്ക് എന്താണെന്ന് അറിയത്തില്ല. അവരെ അവിടെ ശട്ടം കെട്ടി ഇരുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഇദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പം ഇറങ്ങിപ്പോവുക എന്നുള്ളത്. ഇല്ല, നിയമസഭയിൽ ബോയ്ക്കോട്ട് ചെയ്യുമല്ലോ കുറേ MLA-മാർ. എന്തിനാ ഇറങ്ങുന്നതെന്ന് അവർക്കും തന്നെ വലിയ നിശ്ചയം ഉണ്ടാകത്തില്ല. ഇറങ്ങിപ്പോവും. പ്രതിപക്ഷ നേതാവ് പറയും ബഹിഷ്കരിക്കുന്നു, ഉടനെ ബഹിഷ്കരിക്കും എല്ലാവരും കൂടെ എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ പലയിടങ്ങളിലും നമുക്കറിയാം ഈ പ്രത്യേകിച്ച് മന്ത്രിമാർ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ തന്നെ ആളിനെ വിളിച്ചു കൊണ്ടുവന്നിരുത്തുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും പണം തൊഴിലുറപ്പിലെ സ്ത്രീകൾ, പിന്നെ നമുക്കറിയാം ആശാ വർക്കർമാർ. പണ്ട് തിരുവനന്തപുരത്തൊരു ഇതുണ്ടായിരുന്നു. അതായത് സർക്കാരിൻ്റെ എന്ത് പരിപാടികൾ വന്നാലും തിരുവനന്തപുരത്തുള്ള കേരള ഹിന്ദി പ്രചാര സഭയിലോട്ട് വിളിച്ചു പറയും. ഇന്ന് 2 മണിക്ക് ടാഗോർ തിയേറ്ററിൽ CM പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഒരു 200 കുട്ടികളെ അങ്ങോട്ടേക്ക് വിടണം. ഒരു സാരിയൊക്കെ ഉടുത്താണ്, അവർ യൂണിഫോമിലാണ് സാരി ഉടുത്തത്. അവരെല്ലാം കൂടെ വന്ന് അവിടെ ഇരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ അവരവരുടെ ഫോണിൽ വാട്സാപ്പും നെറ്റും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും. പണ്ടത്തെ കാലത്താണല്ലോ ഇങ്ങനെ ഇരിക്കണം. ആ ഒരു ഗതികേടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയവരാണ് ഇവിടെ ജോർജ് കുര്യൻ്റെ പ്രസംഗം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് പോയത്. ദേശാഭിമാനിക്ക് വലിയ വാർത്തയാണ് അത്. ദേശാഭിമാനിക്ക് ഇനിയിപ്പോൾ കുറച്ച് കന്യാസ്ത്രീ പ്രേമം വളരെ കൂടുതലാണ്. അവരോടുള്ള ആ ഒലിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത്രയും മനുഷ്യസ്നേഹികളായിട്ടുള്ള ഗുണം ലഭിക്കാൻ പോകുന്ന UDF-നും ആയിരിക്കും. അതാണ്. പണ്ട് നമുക്കറിയാമല്ലോ ശബരിമല വിഷയത്തിൽ ആരാണ് BJP കടന്ന് അധ്വാനിച്ചു. പക്ഷേ കൊണ്ടുപോയത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞതുപോലെയാണ് ഇതിൻ്റെ ഗുണവും കോൺഗ്രസ്സുകാർ കൊണ്ടുപോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.